ഹായ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മുരിങ്ങയ്ക്ക കൊണ്ടിട്ടുള്ള ഒരു തോരനാണേ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. മുരിങ്ങയ്ക്ക തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഇത് മുരിങ്ങയ്ക്കയുടെ ഉൾവശത്തു നിന്ന് എടുത്ത് വെച്ചിരിക്കുന്നതാണേ. പിന്നീട് ആവശ്യമായിട്ടുള്ള തേങ്ങ, ഒരു പച്ചമുളക്, കറിവേപ്പില, ഇത് കുറച്ച് ചെറിയ ഉള്ളിയാണ് കേട്ടോ. സവാള വേണമെങ്കിൽ ചേർക്കാമേ. പിന്നീട് ഒരു ചട്ടി എടുത്ത് വെച്ച് അതിനിട്ട് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നീട് കടുക് വറക്കണേ. കടുക്, മുളക്, കറിവേപ്പില ഇവയെല്ലാം കൂടി ഇട്ട് വറുത്തിട്ട് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളകും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് വാടണേ. ഇത് വാടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയൊന്ന് ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വീണ്ടും ഒന്നുകൂടെ ഇളക്കാം. ഈ സമയത്ത് നമുക്കേ ഉണക്കച്ചെമ്മീൻ ചേർക്കാമേ. ഞാൻ ഇന്ന് ചേർക്കുന്നില്ല, ചേർത്താൽ നല്ല ടേസ്റ്റാണ്. പിന്നീട് എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇത് അധികം മൂക്കാത്ത മുരിങ്ങയ്ക്ക ആയതുകൊണ്ട് ഞാൻ അതിനകത്ത് വെള്ളം ഒന്നും തളിക്കുന്നില്ലേ. മൂത്ത മുരിങ്ങയ്ക്കയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തളിച്ചിട്ട് വേണം അടച്ചു വയ്ക്കാൻ. മുരിങ്ങയ്ക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പണ്ടൊക്കെ മുരിങ്ങയ്ക്ക മുറിച്ചിങ്ങനെ ഇട്ട് ഉള്ളിൽ നിന്ന് എടുക്കാതെ മുറിച്ചിങ്ങനെ തോരൻ വെക്കുമായിരുന്നേ. അതിലേക്കാട്ടി ടേസ്റ്റാണ് ഇതിന് കേട്ടോ. അങ്ങനെ നമ്മുടെ തോരനൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. മറ്റൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.